3700 സ്ക്വയർ ഫീറ്റ് വെറും 45 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ചെയ്ത് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തിയ അതിസുന്ദരമായ ഒരു വീടിന്റെ വിശേഷങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന ഒരു വീടുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഒരു വീടിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വെറും 45 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ചെയ്ത് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തിയ അതിസുന്ദരമായ ഒരു വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഞാൻ രാജേഷ് പുറത്തു. കാടാമ്പുഴയിലുള്ള കുഞ്ഞി മുഹമ്മദ് സൈനബ ദമ്പതികളുടെ 3700 സ്ക്വയർ ഫീറ്റ് വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിവിശാലമായിട്ടാണ് ഈ വീടിന്റെ ഓരോ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കയറി വരുമ്പോൾ തന്നെ അതിവിശാലമായ ഒരു ഹാളും ലിവിംഗ് സ്പേസും എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ഈ വീടിന്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗം. ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ലൂവർ ടൈപ്പിലുള്ള GI പൈപ്പിൽ കൊടുത്തിട്ടുള്ള വുഡൻ ഫിനിഷിംഗിലുള്ള ഒരു പാർട്ടീഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സെറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റ് എല്ലാം ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു കോസ്റ്റിൽ ഈ ഒരു വീട് എങ്ങനെ നിന്നു, ഇത്രയും മനോഹരമായി തന്നെ കാണാൻ നമ്മുടെ കണ്ണിന് നല്ല കുളിർമയേകുന്ന സ്റ്റൈലിൽ എങ്ങനെ നിന്നു എന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അതായത് ഈ വീടിന്റെ ഇന്റീരിയറിൽ വരുന്ന ഭാഗങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അലുമിനിയത്തിലാണ്. അതുകൂടാതെ ഇത്രയും ഭംഗിയായി തന്നെ കളർഫുൾ ആയിട്ട് കോമ്പിനേഷൻ ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. ഇത്രയും ഈ ഒരു റേറ്റിൽ ഇത്രയും മനോഹരമായി സെറ്റ് ചെയ്ത വീട് ഹാളിനുള്ളിലേക്ക് വരാത്ത രീതിയിൽ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഹോൾ ഷേപ്പിൽ, അതായത് കിച്ചണിന്റെ ഒരു ഭാഗം കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് കൗണ്ടേഴ്സ് എല്ലാം ഇൻസൈഡിലേക്ക് തന്നെ നിൽക്കുന്ന പോലെ, അതായത് ഈ ഹാളിന്റെ വിശാലതയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിലാണ് ഇതിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് 8 പേർക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. വുഡിലാണ് കൊടുത്തിട്ടുള്ളത്. ആ വുഡ് പാറ്റേൺ തന്നെ ഫുള്ള് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരേ കളർ കോംബോ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള വുഡിന്റെ ചെയേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് മിനിമൽ ആയിട്ട് മാത്രമാണ് ഇവിടെ ഇന്റീരിയർ എല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരു കോട്ടെല്ലാം കൊടുത്തിട്ടുള്ളത് വുഡ് തന്നെ, ഒരു കളറെല്ലാം കൊടുത്തിട്ടുള്ള ഒരു വുഡ് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ അലുമിനിയത്തിൽ തന്നെയാണ് ഇവിടുത്തെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു വാള് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ഹെഡ് റെസ്റ്റ് വരുന്ന രീതിയിലാണ് ഇവിടെ കോട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ കാണുന്ന ഒരു ഡോറ് കൂടി ഈ ഒരു ഭാഗത്തുണ്ട്. ഈ ഒരു ഡോറ് ഹാളിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന ഭാഗത്തേക്ക്, അതായത് ഫ്രണ്ടിൽ ലിവിംഗ് സ്പേസിലേക്ക് കാണുന്ന രീതിയിൽ തന്നെ ഒരു ഡോറ് കാണുന്നുണ്ട്. ഈ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ ഒരു പ്രയർ ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല സൗകര്യമായി തന്നെ പ്രയർ ഏരിയയിലേക്കുള്ള ഒരു വിശാലമായ റൂമിലേക്ക് അതൊരു ഈ വീടിനോട് കൂടാതെ എക്സ്റ്റെൻഡ് ചെയ്തൊരു ഭാഗമായിട്ടാണ് ഈ ഒരു പ്രയർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ സീലിംഗിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ഡബിൾ ടോണിൽ കൊടുത്തിട്ടുള്ള സീലിംഗ് ആണ്. എല്ലാ കളറുകളെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സുകളെല്ലാം കൊടുത്ത് സിലിണ്ടർ ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല സുന്ദരമായി തന്നെ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഓവൽ ഷേപ്പിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു സീലിംഗ് കൂടി ഈ ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂമുകളാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ള ഒരു ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കുഷ്യൻ എല്ലാം കൊടുത്ത് വുഡൻ ടൈപ്പ് തന്നെ കൊടുത്തിട്ടുള്ളതാണെങ്കിലും കൂടിയിട്ട് അത് ഫ്ലോട്ടഡ് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ എല്ലാ ബെഡ്റൂമുകളിലും ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട്. ആ വാളിന്റെ കളർ തന്നെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു തീമും കൂടെ ഇവിടെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തു എന്നുള്ള പറയുന്നതിനോടുള്ള ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഇത്രയും വലിയൊരു വീട് ഇത്രയും മനോഹരമായി തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗങ്ങളും സീലിംഗിൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് എല്ലാ ഭാഗങ്ങളും മനോഹരമായിട്ടും ഇത്രയും കുറഞ്ഞ ഒരു റേറ്റിൽ ഇത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ നല്ല അടിപൊളി ഒരു കാഴ്ചയായിട്ടാണ് തോന്നുന്നത്. എല്ലാ ഭാഗത്തും GI പൈപ്പിലുള്ള ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർകേസിന്റെ ലെവലിൽ വരുമ്പോഴാണെങ്കിലും ഒരു ബ്ലാക്ക് ടോണിലുള്ള GI പൈപ്പ് കൊടുത്തിട്ട് സ്റ്റെപ്പിനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് സ്റ്റെപ്പിന്റെ ലെവൽ നമ്മളൊരു 90 സെന്റിമീറ്റർ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ സ്റ്റെപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്, മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിന്റെ ഇൻസൈഡിലേക്ക് GI പൈപ്പുകളും അല്ലെങ്കിൽ ഹാൻഡ് ലെഗുകളും വരാത്ത രീതിയിൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ GI പൈപ്പിന്റെ ലെഗ്സ് കൊടുത്തിട്ടുള്ളത്. ആ ലെഗ്സിൽ തന്നെ നിഷുകൾ ഒരു 5 നിഷ് ചെയ്തിട്ടുണ്ട്. അത് മരത്തിൽ തന്നെയാണ്, അതായത്
വേറെ പ്ലൈവുഡിൽ ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്യാതെ മരത്തിൽ തന്നെയാണ് ഈ നിഷ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ വാളില് കയറി പോകുന്ന ഭാഗത്ത് തന്നെ ഒരു 3 നിഷും കൂടി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കയറി ചെല്ലുമ്പോൾ ഒരു ലാൻഡിംഗ് ലൈനിലേക്ക് വീട്ടിനകത്തേക്ക് ഏറ്റവും വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഒരു അലൂമിനിയം ഫ്രെയിമിൽ ഗ്ലാസുകളെല്ലാം കൊടുത്ത് നല്ല ലോങ്ങില് വലിയ രീതിയിലുള്ള വെളിച്ചം വീടിനകത്തേക്ക് കയറാവുന്ന രീതിയിൽ വലിയ രീതിയിലാണ് ഇവിടുത്തെ ഒരു പുറത്തേക്ക് കാണാവുന്ന രീതിയിലും കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള കിച്ചണിൽ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതായത് മെയിൻ ഭാഗങ്ങളിൽ, അതായത് ഡൈനിങ് സ്പേസിൽ ഉപയോഗിക്കുന്ന ആളിൽ വരുന്ന നമ്മുടെ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കിച്ചണിൽ നമ്മൾ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ ഒരു വാഷ് ബേസിൻ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം ബോക്സുകളെല്ലാം കൊടുത്തിട്ടുള്ളത് വളരെയധികം സിമ്പിളായിട്ട് ഒരു ഗ്രാനൈറ്റ് ഫിനിഷിലുള്ള ഒരു ടൈൽ ഫിനിഷിലുള്ള കിച്ചന്റെ ബോട്ടം ബോക്സുകളെല്ലാം കൊടുത്തത് ടൈൽ ഫിനിഷിങ്ങിലുള്ള ഒരു ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ്. അലുമിനിയത്തിലാണ് ഇതിന്റെ പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ വീട്ടിൽ നിന്ന് ഒരു വലിയ വീട്ടിലേക്ക് വരുമ്പോൾ, അതായത് അത് ഈ വിശാലത, അതായത് നമ്മൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട്, അതായത് ഈ വീട്ടുകാർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് തീർക്കാവുന്ന രീതിയിൽ വിശാലതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ആണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും വർക്ക് ഏരിയയോട് ചേർന്നിട്ടുള്ള ഔട്ട്സൈഡിലെ ഏരിയകളാണെങ്കിലും എല്ലാത്തിനും നമുക്ക് വളരെയധികം നല്ല വിശാലമായി തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ വീടിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 4 ബെഡ്റൂമുകളുള്ള ഈ വീട്ടിലെ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് ഇത്. ഈ ഒരു ബാൽക്കണി ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ GI പൈപ്പ്, അതായത് സ്റ്റീലിന്റെ ഡോറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ബെഡ്റൂമിൽ നിന്ന് സുഖമായിട്ട് ആക്സസ് കിട്ടുന്ന പുറത്തേക്ക് വരുന്ന ഒരു ഭാഗത്ത് ഒരു ബാൽക്കണി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് GI സ്റ്റീലിലുള്ള ഹാൻഡ് റെസ്റ്റസ് ഉപയോഗിച്ച് ഗ്ലാസ് സ്പൈക്ക് ഔട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിന് നല്ല സുന്ദരമായ ഒരു കാഴ്ചക്ക് നമുക്ക് എന്താണ് ഒരു ഫ്രീ കിട്ടാൻ, അതായത് ബെഡ്റൂമിൽ നിന്ന് ഒരു ഫ്രീ കിട്ടാൻ കൂടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെയധികം സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് ഫ്ലോർ കയറി വരുമ്പോൾ തന്നെ ഹാള് നല്ല വിശാലമായി തന്നെ, അത് താഴെ ഭാഗത്തു നിന്നുള്ള അതേ ലെവലിൽ തന്നെ പൊക്കിയത് കാരണം കൊണ്ട് തന്നെ നല്ല വിശാലത ഫീൽ ചെയ്യുന്ന ഒരു ഹാളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന ഒരു ഭാഗം എത്തുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു അയണിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അയണിങ് ടേബിൾ ഫോൾഡബിൾ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാൽക്കണിയിലേക്ക് കയറുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്നും ഒരു ഭാഗത്തേക്ക്, അതായത് ബാൽക്കണിയിലേക്കുള്ള ഒരു ഓപ്പണിംഗ് കൂടി ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗം കൂടി മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2800 സ്ക്വയർ ഫീറ്റിൽ പ്ലാൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കൂടുതൽ അഡീഷണൽ എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് ഈ വീടിന്റെ വർക്ക് ഏരിയയും കാര്യങ്ങളും എല്ലാം എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് ഈ വീടിന് 3700 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് എഫക്റ്റീവായി ചെയ്ത ഒരു വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ വീടിന്റെ പുത്തൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്ന ഓരോ അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ സദാ ശ്രമിക്കുന്ന ഓരോ കാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ കൂടെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും രാജേഷ് പുറത്തൂർ സൈനിങ് ഓഫ്.